നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് ലഭിക്കാത്തതിൽ മനം നൊന്ത് ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയ സംഭവത്തിൽ വിശദ അന്വേഷണം നടത്താൻ പോലീസ്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആനന്ദ് ശിവസേനയിൽ അംഗത്വം എടുത്തതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിരുന്നു. വെള്ളിയാഴ്ചയാണ് ആനന്ദ് ശിവസേനയിൽ അംഗത്വം എടുത്തത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തൃക്കണ്ണാപുരത്ത് നിന്നും മത്സരിക്കുന്നതിൽ അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നതായി സൂചനയുണ്ട്. ഈ ഭീഷണി മറികടക്കാനാണ് ആനന്ദ് ശിവസേനയിൽ ചേരാൻ തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നിട്ടും ഭീഷണി തുടർന്നുവെന്നാണ് സൂചന. ആനന്ദിന്റെ ആത്മഹത്യയെ BJP പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ശിവസേന സംസ്ഥാന സെക്രട്ടറി അജി പെരിങ്ങമലയിൽ നിന്നാണ് അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ശിവസേനയുടെ സ്ഥാനാർത്ഥിയായി തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കാനും തിങ്കളാഴ്ച വാർഡ് കൺവെൻഷൻ വിളിക്കാനും തീരുമാനിച്ചിരുന്നു. ആനന്ദിന്റെ പണം തട്ടിയത് BJP നേതാവ് നേതൃത്വം നൽകുന്ന വഞ്ചനാട് ഭവന നിർമ്മാണ സഹകരണ സംഘമാണ്. ആത്മഹത്യക്കുറിപ്പിൽ വഞ്ചനാട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും 22 ലക്ഷം രൂപ കിട്ടാനുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കിട്ടിയാൽ തന്റെ ബാങ്ക് ലോണുകൾ അടച്ചു തീർക്കാനാവുന്നതേയുള്ളൂവെന്നും ഈ പണം എങ്ങനെയെങ്കിലും വീണ്ടെടുക്കണമെന്നും ആത്മഹത്യക്കുറിപ്പിലുണ്ട്. എന്നാൽ വഞ്ചനാട് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിൽ 32 കോടിയോളം രൂപയുടെ തിരിമറിയാണ് നടത്തിയത്. കേസിൽ സംഘം പ്രസിഡന്റ് വള്ളക്കടവ് പൊന്നറ നഗർ ഹൗസ് നമ്പർ 83 വിജയകുമാർ, ബ്രാഞ്ച് മാനേജർ സുഭാഷ് നഗർ TC 36 ഗോപകുമാർ, സെക്രട്ടറി ശ്രീകല തുടങ്ങിയവരെ വഞ്ചൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈഞ്ചക്കൽ, നെടുമങ്ങാട്, നേമം എന്നിവിടങ്ങളിൽ സംഘത്തിന് ബ്രാഞ്ചുകളുണ്ട്. ഒരു വർഷം മുൻപ് ഈഞ്ചക്കലിലെ പ്രധാന ഓഫീസിൽ നിക്ഷേപകർ സംഘടിച്ചെത്തി ബഹളമുണ്ടാക്കിയിരുന്നു. തുടർന്ന് നിക്ഷേപകരെ ഉൾപ്പെടുത്തി കോർ കമ്മിറ്റി രൂപീകരിച്ച് പരാതികൾ പരിഹരിക്കാനും തീരുമാനിച്ചിരുന്നു. ഒരു വർഷത്തിനകം മുതലും പലിശയും തിരിച്ചു നൽകാമെന്നാണ് ഭരണസമിതി അറിയിച്ചത്. ഇത്രയും കാലമായിട്ട് മുതലും പലിശയും ലഭിക്കാതായതോടെ നിക്ഷേപകർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്നാണ് പ്രസിഡന്റിനെ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്തത്. BJPയുടെ സഹകാർ ഭാരതി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് വിജയകുമാർ. ഒരു BJP കൗൺസിലറുടെ നേതൃത്വത്തിൽ സംഘത്തിൽ നിന്ന് 30 ലക്ഷത്തോളം രൂപ പലരുടെയും പേരിലായി വായ്പ എടുത്തുവെന്നും തിരിച്ചടച്ചിട്ടില്ലെന്നും നിക്ഷേപകർ പറയുന്നു. തിരുമല അനിലിന്റെ മരണം BJP വെട്ടിലാക്കിയിരുന്നു. സഹകരണ സംഘത്തിലെ തട്ടിൽ മനം നൊന്തായിരുന്നു ആത്മഹത്യ. ഇതിന് പിന്നാലെയാണ് അതേ പ്രദേശത്തുള്ള മറ്റൊരാളുടെ ആത്മഹത്യയും. എന്തായാലും ആനന്ദ് കെ തമ്പിയുടെ മരണം വലിയ വാർത്തയും ചർച്ചയുമായിട്ടുണ്ട്. ആനന്ദ് കെ തമ്പി എഴുതിയ ആത്മഹത്യക്കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഞാൻ ആനന്ദ് കെ തമ്പി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള കാരണം തൃക്കണ്ണാപുരം വാർഡിലെ BJP ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള ആലപ്പുറം കുട്ടൻ എന്നറിയപ്പെടുന്ന ഉദയകുമാർ, നിയോജകമണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ, RSSന്റെ നഗ കാര്യവാഹകർ രാജേഷ് എന്നിവർ ഒരു മണ്ണ് മാഫിയയാണ്. അവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അധികാരത്തിന് ഒരു ആൾ വേണം. അതിനുവേണ്ടിയാണ് മണ്ണ് മാഫിയക്കാരനായ വിനോദ് കുമാറിനെ BJP സ്ഥാനാർത്ഥിയാക്കിയത്. 16 വയസ്സ് മുതൽ RSSന്റെ പ്രവർത്തകനാണ് ഞാൻ. തുടർന്ന് MG കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായി പഠിക്കുമ്പോൾ RSSനെ മുഖ്യ ശിക്ഷവും കോളേജ് യൂണിയന്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം RSSന്റെ പ്രചാരണത്തിനായി മുഴുവൻ സമയ പ്രവർത്തകനായി കോഴിക്കോട് കുന്നമംഗലം താലൂക്കിൽ പ്രവർത്തിച്ച അതിനുശേഷം തിരിച്ചു വന്ന് തിരുവനന്തപുരത്ത് RSSന്റെ തിരുമല മണ്ഡൽ, തൃക്കണ്ണാപുരം മണ്ഡൽ കാര്യവാഹ്, തിരുമല മണ്ഡലത്തിന്റെ ശാരീരിക പ്രമുഖ, തിരുമല ഉപനഗരത്തിന്റെ ശാരീരിക പ്രമുഖ, തിരുമല ഉപനഗരത്തിന്റെ സഹകാര്യവാഹക, അങ്ങനെ വിവിധ ചുമതലകളിൽ പ്രവർത്തിച്ചു. BJP സ്ഥാനാർത്ഥിയായി തൃക്കണ്ണാപുരത്ത് മത്സരിക്കുന്ന താല്പര്യം ഞാൻ RSSന്റെ ജില്ലാ കാര്യകർത്താക്കളെ നേരിട്ട് അറിയിച്ചിട്ടും പക്ഷേ മണ്ണുമാഫിയ സംഘം RSSന്റെയും BJPയുടെ തലപ്പത്ത് പിടിമുറുക്കിയപ്പോൾ തൃക്കണ്ണാപുരം വാർഡിൽ എനിക്ക് BJP സ്ഥാനാർത്ഥിയാകാൻ സാധിച്ചില്ല എന്നാണ് ആനന്ദ് എഴുതുന്നത്.